പേടി എന്നുള്ള വികാരം പോലെ തന്നെ ദേഷ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ദേഷ്യം എന്ന് പറയുന്ന വികാരം മനുഷ്യനിൽ ഉടലെടുത്തത് കൊണ്ടാണ് മനുഷ്യൻ സർവൈവ് ചെയ്ത് വന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ട്രൈബുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. പണ്ടത്തെ ഒരു സിറ്റുവേഷനിൽ കുറേ കമ്മ്യൂണിറ്റികളുണ്ട്. അവർ ആ ട്രൈബായിട്ട് ജീവിക്കുന്ന സമയത്ത് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇന്നത്തെ പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെയോ ലോനെയോ ബേസ് ചെയ്തുള്ള സെറ്റ് ഓഫ് റൂൾസ് ആയിരിക്കില്ല. അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവർ ബിൽഡ് ചെയ്ത റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് ഏതെങ്കിലും ഒരു വ്യക്തിയോ കുറച്ച് വ്യക്തികളോ തെറ്റിച്ചു കഴിഞ്ഞാൽ ആ ട്രൈബോട് ആക്ട് ചെയ്യണം, ദേഷ്യത്തോടുകൂടി ആക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ട്രൈബിന് സർവൈവൽ ഉള്ളൂ. ഇല്ലെങ്കിൽ ആ ട്രൈബ് സർവൈവ് ചെയ്യില്ല. ഇങ്ങനെ ആ ട്രൈബ് സർവൈവ് ചെയ്യണമെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആളുകളെ, ലോ തെറ്റിക്കുന്ന ആളുകളെ, അവരുടെ ട്രൈബ് സെറ്റ് ചെയ്ത ലോ തെറ്റിക്കുന്ന ആളുകളെ ശിക്ഷിക്കാനും അവർക്കെതിരെ ആക്ട് ചെയ്യാനും ദേഷ്യം എന്ന് പറഞ്ഞൊരു വികാരം വളരെ ഇമ്പോർട്ടൻ്റാണ്.